ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 16ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി 2 വീക്സ് ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വീട്ടമ്മമാർക്ക് കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡെയിലി പഠിച്ചു പോകുന്നത്. കാരണം നമുക്ക് സമയമുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുള്ള സമയം ഇനിയുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ 10th പ്രിലിമിനറി 50-day ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ പ്ലേലിസ്റ്റിൽ പോയാൽ ഡേ 1 മുതലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം ഇരുന്ന് കാണുക. അതിലെല്ലാം PYQസും അതുപോലെ തന്നെ SCRT NCRT പോയിന്റ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10th പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ എടുക്കുന്നത് വിവരാവകാശ കമ്മീഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഓൾറെഡി 3-4 ടോപ്പിക്സൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് വിവരാവകാശ കമ്മീഷനും അതിന് മുന്നേയുള്ള വിവരാവകാശ നിയമം അതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. എക്സാമിന് മുന്നേ ഒരു വീഡിയോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് പോൾസ് ആയിട്ട് ടെലഗ്രാമിലും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വിവരാവകാശ നിയമത്തെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പോൾ PYQ ആണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ എന്താണ് ശരിക്കും വിവരാവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്? അതായത് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടും പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. മെയിനായിട്ട് അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഉദ്യോഗസ്ഥർക്കിടയിലെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സുതാര്യമാക്കുന്നതിനും വേണ്ടിയിട്ട് പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ഓക്കെ, അപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഒരു പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന ഒരു നിയമം കൂടിയാണിത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അപ്പം ഇതുപോലെ ഒരു പൗരന് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഒരു പൗരന് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കപ്പെട്ട രാജ്യം ഏതാ? സ്വീഡനാണ്. ഓക്കെ, ഫസ്റ്റ് പാസ്സാക്കപ്പെട്ട രാജ്യം, ഈ ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കപ്പെട്ട രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഇനി വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അനുച്ഛേദം. വിവരാവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. വിവരാവകാശം ഒരു മൗലികാവകാശമാണ്. ഓക്കെ, വിവരാവകാശം ഒരു മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അനുച്ഛേദം ഏതാ? 19(1) സബ് ക്ലോസ് A ആണ്. 19(1)(A) മൗലിക അവകാശമാണ്, വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈ ആർട്ടിക്കിൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 19(1)(A) എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അനുച്ഛേദമാണ്. ഇനി ഇന്ത്യയിൽ ഈ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കാനായിട്ട് പ്രേരക ശക്തിയായിട്ടുള്ള സംഘടന, അപ്പോൾ ഇന്ത്യയിൽ പാർലമെൻറ്റ് ഈ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അപ്പോൾ അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയ് എന്ന് പറയുന്നത്. അരുണ റോയ്. അപ്പോൾ ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ഏതുള്ളത്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം എന്തുണ്ടാക്കി? ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ്
ഒരു വിവരാവകാശ നിയമത്തിൻ്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും അതിനെ തുടർന്ന് ഒരു വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്, ഫസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, പക്ഷെ അത് 1997 ഇന്നത്തെ 2005 നിയമപ്രകാരമല്ല. 1997 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. പക്ഷെ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അതെന്താ? അത് 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനമാണ്. വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പക്ഷേ ഇവിടെ അരുണ റോയുടെ ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ ഫലമായിട്ട് ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അത് 1997. അപ്പോൾ ഈ വിവരാവകാശ നിയമത്തിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു ആക്ട് ആയിരുന്നു 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്, വിവര സ്വാതന്ത്ര്യ നിയമം, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. പിന്നീട് 2005 വിവരാവകാശം നിലവിൽ വന്നപ്പോൾ ഇത് റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ഇപ്പോൾ 2005 നിയമം വന്നപ്പോൾ ഈ ഒരു ആക്ട് റദ്ദ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2005 നിയമം പാസ്സാക്കിയത് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 ജൂൺ 15 പാസ്സാക്കിയത്. എന്നാൽ അത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. 2005 ജൂൺ 15 അത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അപ്പോൾ ഇത് നിലവിൽ വരുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗും പ്രസിഡന്റ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമുമായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും, ഈ നിയമം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാമുമായിരുന്നു. ഇനി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് ആര്? ഷാഹിദ് റാസ ബർണേയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം, ടെലിഫോണിലൂടെയും നമുക്ക് വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഈ വിവരാവകാശ നിയമം നമ്മൾ പറഞ്ഞു 2005 വിവരാവകാശ നിയമം. ഈ 2005 വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 പട്ടികകളുമാണ് ഉള്ളത്. 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 പട്ടികകളുണ്ട്. അപ്പോൾ ഈ 2 പട്ടികയിൽ പട്ടിക 1 എന്തിനെ പറ്റിയാണ് പറയണേ? സത്യപ്രതിജ്ഞയെ പറ്റിയിട്ടാണ് പറയുന്നത്. സത്യപ്രതിജ്ഞ ആരുടെയൊക്കെ? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഇവരുടെയൊക്കെ സത്യപ്രതിജ്ഞയെ പറ്റിയിട്ടാണ് പട്ടിക 1 പറയുന്നത്. പട്ടിക 2 ആണെങ്കിലോ? പട്ടിക 2 പറയുന്നത് വിവരം നിരസിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമല്ല. അപ്പം അങ്ങനെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് 2. പട്ടിക 2 അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്, വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങൾ, അതിനെ പറ്റിയിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല അതിനെപ്പറ്റി പറയുന്നതാണ് പട്ടിക 2. ഇനി നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഈ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നത്, ഏതൊക്കെ ഡാറ്റകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും? ഏതൊക്കെ കിട്ടും? ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ, ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രേഖകൾ, ദുരാശം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, രേഖകൾ, പ്രമാണങ്ങൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറുകൾ, മെമ്മോകൾ, അതേപോലെ തന്നെ കരാറുകൾ, ഉപദേശങ്ങൾ, പത്രക്കുറിപ്പ്, അതുപോലെ തന്നെ ഉത്തരവുകൾ,
പിന്നെ എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ, ഓക്കെ, റിപ്പോർട്ടുകൾ, ഇമെയിൽ, സ്ഥിതിവിവരക്കണക്ക്, ഓക്കെ, ഇമെയിൽ, അതേപോലെ തന്നെ സ്ഥിതിവിവരക്കണക്കുകൾ, പിന്നെ എന്തൊക്കെയാ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങളും നമുക്ക് ഇതിലൂടെ ലഭ്യമാണ്. അപ്പോൾ പിന്നെ അതുപോലെ ലോഗ് ബുക്ക്, ഇത് ചോദിച്ചിട്ടുള്ള കേട്ടോ ഒരു പ്രാവശ്യം, ലോഗ് ബുക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കിട്ടും? ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോ, കരാറുകൾ, ഉപദേശങ്ങൾ, പത്രക്കുറിപ്പ്, ഉത്തരവുകൾ, റിപ്പോർട്ട്, ഇമെയിൽ, സ്ഥിതിവിവരക്കണക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങൾ, ലോഗ് ബുക്കുകൾ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ലോഗ് ബുക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ കേട്ടോ. പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. ഇനി എന്താ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുമാണ് നമ്മൾ ഈ വിവരങ്ങൾ നൽകാൻ വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്തിൻ്റെങ്കിലും പറ്റിയിട്ടുള്ള വിവരങ്ങൾ വേണമെങ്കിൽ നമ്മൾ അതിനൊരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ ആരുടെ പേരിലാണ് അയക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ആ അപേക്ഷയ്ക്ക് ഒരു ഫീസ് ഉണ്ട്, അതാണ് 10 രൂപ. 10 രൂപ ഫീസാണ് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ളത്. എന്നാൽ BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തില്ല, ഫീസ് ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. എന്താണ്, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് അടയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ കൊടുക്കാനായിട്ട് എത്ര രൂപയാണ് ഫീസ്? 10 രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, BPL വിഭാഗക്കാർക്ക് അതിന് ഫീസ് ഇല്ല. ഇനി നമുക്ക് സമയപരിധിക്കുള്ളിൽ തിരിച്ച് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ ഈ അപേക്ഷയുടെ മറുപടി നമുക്ക് തരണം. അപ്പോൾ ആ മറുപടി തരാനായിട്ട് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, അവർ മറുപടി സമയപരിധിക്കുള്ളിൽ തന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന പിഴ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക്, ഒരു ദിവസം 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപ വരെ വാങ്ങാം. മാക്സിമം 25,000 രൂപ വരെ വാങ്ങാം. സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ നമുക്ക് തന്നില്ലെങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് എത്രയാണ്? 250 രൂപയാണ് ഒരു ദിവസത്തേക്ക്. മാക്സിമം അങ്ങനെ 25,000 രൂപ വരെ പോവാം. ഓക്കെ, ഇനി നമുക്ക് വിവരങ്ങൾ A4 പേപ്പറിൽ വേണമെങ്കിൽ നമ്മൾ 3 രൂപ അടയ്ക്കണം. A4 പേപ്പറിലാണ് വിവരങ്ങൾ വേണമെങ്കിൽ 3 രൂപയാണ്. മുമ്പ് ഇത് 2 രൂപയായിരുന്നു, ഇപ്പം 3 രൂപയാണ്. ഇനി CD, ഫ്ലോപ്പി ഡിസ്ക് അതുപോലെയുള്ള രൂപത്തിലൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ, വിവരങ്ങൾ വേണ്ടതെങ്കിൽ അതിന് 75 രൂപ അടയ്ക്കണം. ഡിസ്ക് ഒന്നിന് 75 രൂപ വെച്ച് അടയ്ക്കണം. മുമ്പ് അത് 50 രൂപയായിരുന്നു. ഇനി അല്ല, നമുക്ക് വിവരം നേരിട്ട് പരിശോധിക്കാനാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓരോ 30 മിനിറ്റിനും, പിന്നീടുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം നൽകണം. ഓരോ 30 മിനിറ്റിനും 10 രൂപ വെച്ച് കൊടുക്കണം. A4 പേപ്പറിലാണെങ്കിൽ 3 രൂപ, CD, ഫ്ലോപ്പി ഡിസ്ക് പോലെയുള്ള ഡിസ്കുകളിലാണെങ്കിൽ ഡിസ്ക് ഒന്നിന് 75 രൂപ വെച്ച് കൊടുക്കണം. നേരിട്ട് പരിശോധിക്കാനാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ ഫ്രീ ആയിട്ടും പിന്നെയുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വെച്ചിട്ടും നമ്മൾ നൽകണം. ഓക്കെ, പിന്നെ നമ്മളിവിടെ 10 രൂപയുടെ ഫീസ് പറഞ്ഞു. ഈ ഫീസ് നമുക്ക് ഒന്നില്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ട്, കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴിയോ അല്ലെങ്കിൽ ട്രഷറി വഴിയോ ഒക്കെ അടയ്ക്കാം, അല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ വഴി അയക്കാം, അല്ലെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയോ ഒക്കെ ഓഫീസിൽ റെസിപ്റ്റ് ആയിട്ടും ഈ ഫീസ് അടയ്ക്കാം. അതേപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴിയോ ഒക്കെ ഈ ഫീസ് അടയ്ക്കാവുന്നതാണ്. ട്രഷറിയിൽ അല്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി അല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ വഴി അല്ലെങ്കിൽ ഇവരുടെ ഓഫീസിൽ റെസിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴിയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ ഒക്കെ ഈ 10 രൂപ അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിനൊക്കെയുള്ള മറുപടി നമുക്ക് നൽകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ അവർ തിരിച്ച് അതിന് മറുപടി തരണം. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ ആ സമയപരിധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. എല്ലാം പ്രീവിയസ് ആണെങ്കിൽ 30 ദിവസമാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അത് 35 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തന്നിരിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തരണം. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ പറ്റിയിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ, ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ജീവനെയും
സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അത് തിരിച്ചു നൽകിയിരിക്കണം. ഇനി അതിൽ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ, അപ്പോൾ ആരാണ് ഈ മൂന്നാം കക്ഷി? മൂന്നാം കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം കൊടുക്കുന്ന പൗരൻ അല്ലാത്ത ഒരു വ്യക്തി. വിവരത്തിനുള്ള അപേക്ഷ ഒരാൾ കൊടുക്കുന്നുണ്ടാവുമല്ലോ, ഈ അപേക്ഷ കൊടുക്കുന്ന വ്യക്തി അല്ലാതെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലാതെയുള്ള ഒരു പൗരനാണ് മൂന്നാം കക്ഷി എന്ന് പറയാം. അപ്പോൾ ഈ മൂന്നാം കക്ഷിയിലെ ഒരു പൊതു അധികാര സ്ഥാപനവും മൂന്നാം കക്ഷി എന്ന വിഭാഗത്തിൽ പെടാം. ഓക്കെ, അപ്പോൾ വിവരത്തിനായിട്ട് അപേക്ഷ നൽകുന്ന പൗരൻ അല്ലാത്ത ഒരാളാണ് മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. അതിലൊരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടുന്നു. അപ്പോൾ ഈ മൂന്നാം കക്ഷിയുടെ വിവരം വേണമെങ്കിൽ, മൂന്നാം കക്ഷിയുടെ വിവരം കൂടി ഉൾപ്പെടുന്നു എങ്കിൽ നമുക്ക് മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. 40 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി നൽകേണ്ടത്. അപ്പോൾ അതായത് ഈ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ കൂടെ അവർക്ക് എടുക്കണം. അപ്പോൾ അതിനായി അപേക്ഷകൻ ആവശ്യപ്പെട്ടുള്ള വിവരങ്ങൾ ഒരു മൂന്നാം കക്ഷിയിൽ നിന്നും സ്വീകരിക്കേണ്ടതായി വരുന്ന സാഹചര്യത്തിൽ, അപ്പോൾ ഈ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ ഈ അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് വിടണം. 5 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് വിടണം. ഇനി ആ നോട്ടീസിൽ മൂന്നാം കക്ഷിക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് 10 ദിവസത്തിനുള്ളിൽ തന്നെ മൂന്നാം കക്ഷി തിരിച്ചു നൽകും വേണം. അതായത് 10 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിയുടെ മറുപടി നൽകണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ 30 ദിവസത്തിനുള്ളിലോ 35 ദിവസത്തിനുള്ളിലോ നമുക്ക് മറുപടി തരണം. പക്ഷെ അവിടെ മൂന്നാം കക്ഷിയുടെ വിവരം കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാം കക്ഷിക്ക് 5 ദിവസത്തിനുള്ളിൽ അതിനുള്ള നോട്ടീസ് വിട്ട് 10 ദിവസത്തിനുള്ളിൽ ഈ മൂന്നാം കക്ഷി മറുപടിയും കൊടുക്കണം അതിന്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മൂന്നാം കക്ഷിയുടെ വിവരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യും? മൂന്നാം കക്ഷിക്ക് 5 ദിവസത്തിനുള്ളിൽ ഒരു നോട്ടീസ് വിടും. അപ്പോൾ മൂന്നാം കക്ഷി അതിന്മേലുള്ള അഭിപ്രായം 10 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. ആർക്ക്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് 10 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. എന്നിട്ട് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് അതിൻ്റെ വിവരം തരേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടിയാൽ, അപ്പോൾ അതായത് ഇപ്പോൾ മൂന്നാമതൊരാൾ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഈ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 5 ദിവസം. നമ്മൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ കൊടുക്കുന്നത്. ഇനി ആ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറണമെങ്കിൽ അത് 5 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എത്ര ദിവസത്തിനുള്ള 30 ദിവസത്തിനുള്ള അപേക്ഷയുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ, 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 250 രൂപ പിഴ ഇടുന്നു. അതേപോലെ ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിലോ ആ മറുപടിയിൽ നമ്മൾ തൃപ്തരല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 1ാം അപ്പീൽ നമുക്ക് കൊടുക്കാം. 1ാം അപ്പീൽ കൊടുക്കുക ആർക്കാണ്? ഈ ഓഫീസിലെ, ഈ പ്രസ്തുത ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മൾ 1ാം അപ്പീൽ കൊടുക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് 1ാം അപ്പീൽ നമ്മൾ കൊടുക്കും. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം. അതായത് മറുപടി ലഭിച്ച് 30 ദിവസമോ അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 1ാം അപ്പീൽ കൊടുക്കണം. ഓക്കെ, ഈ 1ാം അപ്പീൽ എത്ര ദിവസത്തിനുള്ളിലാണ് തീർപ്പാക്കേണ്ടത്? 1ാം അപ്പീൽ തീർപ്പാക്കേണ്ടതും 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. 30 ദിവസത്തിനുള്ളിൽ തന്നെ തീർപ്പാക്കണം എന്നാണ്. വേണമെങ്കിൽ 45 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് വേണമെങ്കിൽ 45 ദിവസം മതിയായ കാരണം രേഖപ്പെടുത്തിയല്ല. അപ്പോൾ അതിനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തണം. മതിയായ കാരണം ഉണ്ടെങ്കിൽ 45 ദിവസം വരെ നമുക്കത് നീട്ടാം. ഇനി 2ാം അപ്പീൽ, അതിലും നമ്മൾ തൃപ്തരായില്ലെങ്കിൽ 2ാം അപ്പീൽ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. 2ാം അപ്പീൽ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. അത് നമ്മൾ ആർക്കാ കൊടുക്കുക? സംസ്ഥാനത്തെ ഇൻഫർമേഷൻ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ. ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്കോ ആണ് നമ്മൾ അപ്പീൽ കൊടുക്കുക. 2ാമത്തെ അപ്പീൽ. ആ 2ാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി അവിടെ നിഷ്കർഷിച്ചിട്ടില്ല. അതിനൊരു സമയപരിധി അവിടെ പറയുന്നില്ല. അതെപ്പോൾ തീർപ്പാക്കണം എന്നുള്ള സമയപരിധി അവിടെ പറയുന്നില്ല. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 1ാം അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കുക. അത് തീർപ്പാക്കേണ്ടത് 30 ദിവസമാണ്. മതിയായ കാരണം ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാം. 2ാം അപ്പീൽ കൊടുക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. അത് തീർപ്പാക്കേണ്ട സമയപരിധി അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ട വിവരം നമുക്ക് സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഒരു അപേക്ഷ കൊടുത്തു, അതിനുള്ള മറുപടി നമുക്ക് 30 ദിവസത്തിനുള്ളിലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നീട് ആ വിവരം എന്ത് ചെയ്യണം? അപേക്ഷകന് സൗജന്യമായി നൽകേണ്ടതാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് സൗജന്യമായി നൽകേണ്ടതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു BPL-കാർക്ക് ഫീസില്ല, ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ വിവരം കിട്ടേണ്ട സമയപരിധി കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവരം ലഭിച്ചില്ലെങ്കിൽ അതേ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം അപേക്ഷകന് എന്ത് ചെയ്യണം? സൗജന്യമായിട്ട് നൽകണം. ആ വിവരം അപേക്ഷകന് സൗജന്യമായിട്ട് നൽകണം. ഇനി ഇതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2019 ഇത് ഭേദഗതി ചെയ്തു. 2019 ഇത് ഭേദഗതി ചെയ്യുന്നത്. 2019 ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ആരാ? ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. എന്ന 2019 ജൂലൈ 19. 2019 ജൂലൈ 19 അത് ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചു, ലോകസഭയിൽ അവതരിപ്പിച്ചു. ലോകസഭ അത് പാസ്സാക്കിയത് എന്ന 2019 ജൂലൈ 22. രാജ്യസഭ പാസ്സാക്കിയത്, ഇനി രാജ്യസഭയിലേക്ക് വിട്ടു, രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25. ഇനി അതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്ന 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1 ഏത് പ്രസിഡന്റ് ആയിരുന്നു? അത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു. രാംനാഥ് കോവിന്ദ് ആണ് അതിൽ ഒപ്പുവെച്ചത്. അപ്പോൾ രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ച ഡേറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്സാക്കിയത് ജൂലൈ 22, രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 25, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1. രാംനാഥ് കോവിന്ദ് ആണ് അതിൽ ഒപ്പുവെച്ചിട്ടില്ലെന്നും കൂടെ ആലോചിക്കുക. ഇനി ഇതിൽ ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പ്, ഈ 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? 13, 16, 21 13, 16, 21 എന്നീ വകുപ്പുകളാണ് അവിടെ ഭേദഗതി ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? പട്ടിക, 2 പട്ടികകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ നിയമത്തിൽ 2005 നിയമത്തിലെ 2 പട്ടികകളാണ്. അതിൽ ഒന്നാമത്തെ പട്ടിക സത്യപ്രതിജ്ഞയെ പറ്റിയും, രണ്ടാമത്തെ പട്ടിക പറയുന്നത് ചില സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടില്ല. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയാണ് ഈ രണ്ടാമത്തെ പട്ടിക പറയുന്നത്. അപ്പോൾ അതിലെ കുറച്ച് സ്ഥാപനങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടിയില്ല. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, നാർക്കോട്ടിക്സ് അതിൽ നിന്നൊന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടില്ല. ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, പിന്നെ അസാം റൈഫിൾസ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അസാം റൈഫിൾസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. BSF, CRPF, ITBP, ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ ഇൻ്റലിജൻസ്, പിന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, ഇതൊന്നും നമുക്ക് അതിൻ്റെ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ആ സ്ഥാപനങ്ങളെ പറ്റി പറയുന്ന പട്ടികയാണ് രണ്ടാമത്തെ പട്ടിക. അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗത്തുനിന്ന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ആ പട്ടിക 2 ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ, അതിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഏതൊക്കെ? ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, പിന്നെ BSF, ITBP അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CRPF അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് എടുക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ്, അതൊക്കെ അതിൽ വരുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും ഏതിൻ്റെ പരിധിയിൽ വരും? വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ആ കേസ് നടത്തിയ അതിൻ്റെ തലവൻ ആരായിരുന്നു? രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു അതിൻ്റെ തലവൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ സർവകലാശാലയിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. അതും വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. സർവകലാശാലയിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്തണം. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചിലപ്പോൾ വരാം. അതൊക്കെ നമുക്ക് ആ വിവരമൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളതാണ് എന്താ, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എപ്പോഴൊക്കെയാണ്? BPL വ്യക്തിയാണെങ്കിൽ ശരിയാണ്, BPL ആണെങ്കിൽ ഫ്രീ ആയിട്ട് നൽകണം. പിന്നെ അതേപോലെ തന്നെ സമയപരിധി കഴിഞ്ഞിട്ടും നമുക്ക് വിവരം ലഭിച്ചില്ലെങ്കിൽ ആ വിവരം നമുക്ക് ഫ്രീ ആയിട്ട് തരണം. അതാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് അവിടെ നമുക്ക് എന്ത് തരണം? ഫ്രീ ആയിട്ട് തരണം. ഇനി 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത് എന്നല്ല, 45 അല്ല 30 ദിവസത്തിനുള്ളിൽ പരാജയപ്പെട്ടാൽ അവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ടത്. ഇനി പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ നൽകുന്നിടത്ത് അതൊന്നും ആ ഓപ്ഷന് ശരിയായതല്ല. ഫ്രീ ആയിട്ട് തരുന്നത് ഈ 2 കേസിലുമാണ്. ഓക്കെ, ഇനി മൂന്നാം കക്ഷിയും കൂടെ ഉണ്ടെങ്കിൽ, മൂന്നാം കക്ഷിയുടെ വിവരം കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഇത് 40 ദിവസം എന്നായിട്ട് മാറും. കണ്ടോ, അപ്പോൾ അപേക്ഷ നൽകി 40 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് ഫ്രീ ആയിട്ട് നമുക്ക് തരണം. 40 എന്ന് വരുന്നത് എപ്പോഴാണ്? അവിടെ മൂന്നാം കക്ഷി കൂടെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, മൂന്നാം കക്ഷിയുടെ വിവരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് 40 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളതാണിതാ, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട് ശരിയുത്തരം. പൗരന് ലഭിക്കാവുന്ന വിവരം, ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭിക്കുന്നതാണ്. അത് തെറ്റാണ്. ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും നമുക്ക് കിട്ടില്ല. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാവില്ല. രഹസ്യമായ വിവരങ്ങളൊന്നും നമുക്ക് തരുന്നതല്ല. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ്. അത് മാത്രമല്ല, അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? വകുപ്പ് 8, 9, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാണ്. 8ലും 9ലും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതൊഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 8 പ്രകാരം ഏതൊക്കെയാണ്? ഈ 8ലും 9ലും പറയുന്നത് നമുക്ക് കിട്ടില്ല. 8 എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, അതൊക്കെ ആയി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതൊന്നും വെളിപ്പെടുത്താനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ 9, വകുപ്പ് 9ൽ പറയുന്നത് എന്താ? വിവരങ്ങൾ നിരസിക്കാനുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അധികാരത്തെ പറ്റിയിട്ടാണ് വകുപ്പ് 9ൽ പറയുന്നത്. ഓക്കെ, വകുപ്പ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വകുപ്പ് 8ൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. 9ൽ പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവരങ്ങൾ നിരസിക്കാനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ 8, 9ൽ പറയുന്നതല്ലാതെ ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പഠിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം 2005 സെക്ഷൻ 12 വകുപ്പ് 12 പ്രകാരമാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് പെടുന്നത്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വാസി ജുഡീഷ്യൽ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? CIC ഭവൻ, ന്യൂഡൽഹി. CIC ഭവൻ ന്യൂഡൽഹിയാണ്. ഇനി ഇതിൻ്റെ പഴയ ആസ്ഥാനമായിരുന്നു ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു ഇതിൻ്റെ പഴയ ആസ്ഥാനം. പുതിയ ആസ്ഥാനമാണ് CIC ഭവൻ. ഓക്കെ, ഇനി ഇതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഒരു കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും. ചീഫായിട്ടുള്ള മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്ര മറ്റ് അംഗങ്ങളും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും. മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതിൻ്റെ കൂടെ 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് ആരാ? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതി തന്നെയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കാ? രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട? ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതും നമ്മുടെ രാഷ്ട്രപതിക്ക് മുന്നിലാണ്. ഓക്കെ, അപ്പം നിയമിക്കുന്നത്
സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്, അവരെ നീക്കം ചെയ്യുന്നത് എല്ലാം രാഷ്ട്രപതിയാണ്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഈ മുഖ്യ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം അംഗങ്ങൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കൂടാതെ 10ൽ കവിയാത്തത്ര മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. കേന്ദ്ര സർക്കാരിനാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി ഇവരെ തിരഞ്ഞെടുക്കുന്ന, അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുണ്ട്. ഇവരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി, ഇവരുടെ ശുപാർശ പ്രകാരമാണ് ഇത്രയും അംഗങ്ങളെ നമ്മൾ നിയമിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ആരുണ്ടായിരിക്കും? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. പിന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഇതിലെ അംഗങ്ങളാണ്. ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ 3 പേരാണ്. നമ്മളിത് മനുഷ്യാവകാശ കമ്മീഷനിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 6 പേരാണ്. ഇവിടെ 3 പേരാണ്. ആരൊക്കെയാ? പ്രധാനമന്ത്രി, അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണിത്. ലോകസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഇനി ഇവരുടെ കാലാവധി എന്ന് പറഞ്ഞാലോ, കാലാവധി നിശ്ചയിക്കുന്നത് മുമ്പ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. മുമ്പ് 5 വർഷമായിരുന്നു. ഇപ്പോൾ 2019 ഭേദഗതി പ്രകാരം ഈ കാലാവധിയൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അത് എത്രയായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്? 3 വർഷവും 65 വയസ്സും. 3 വർഷം 65 വയസ്സ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലാവധി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവർ പുനർനിയമനത്തിന് ഇവർ അർഹരല്ല. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷണർമാർ പുനർനിയമനത്തിന് അർഹരായിരുന്നു. ഇവർ അർഹരല്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഒരാളുണ്ടാവും. അത് കൂടാതെ 10ൽ കവിയാത്തത്ര മറ്റ് കമ്മീഷണർമാരാണ്. അപ്പം ഈ 10 പേർക്കും എന്താവാൻ പറ്റും? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് വീണ്ടും നിയമിക്കപ്പെടാം. ഓക്കെ, ബാക്കി ആർക്കും പുനർനിയമനത്തിന് അർഹരല്ല. പക്ഷെ അതിലുള്ള മറ്റ് കമ്മീഷണർമാർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അതവിടെ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിലും ഇതിലെ ഈ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിലും ഈ മറ്റ് കമ്മീഷണർമാരാണെങ്കിലും ആരും തന്നെ ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാനായിട്ട് പാടില്ല. നിയമനിർമ്മാണ സഭകളിലൊന്നും അംഗമാവാനും പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കാനും പാടില്ല. നിയമനിർമ്മാണ സഭകളിലൊന്നും അംഗമാവാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കാനും പാടില്ല. അതുപോലെ തന്നെ ബിസിനസ്സോ മറ്റേതെങ്കിലും കാര്യങ്ങളോ മറ്റേതെങ്കിലും തൊഴിലുകളോ ഒന്നും ചെയ്യാനും പാടില്ല. ബിസിനസ്സിലൊന്നും ഉൾപ്പെടാൻ പാടില്ല. ഓക്കെ, ബിസിനസ് സ്ഥാപനങ്ങളൊന്നും നടത്തുന്ന വ്യക്തിയോ ആവരുത് എന്നും അതിന് നിബന്ധനയുണ്ട്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാണ്? ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് A.N. തിവാരിയാണ്. A.N. തിവാരി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. A.N. തിവാരിയാണ് രണ്ടാമത്തെ വ്യക്തി. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ഫസ്റ്റ് വനിത ആരാണ്? ദീപക് സന്ധു ആണ് ഫസ്റ്റ് വനിത. രണ്ടാമത്തെ വനിത ആരാപ്പോൾ? രണ്ടാമത്തെ വനിത സുഷമാ സിംഗ്. രണ്ടാമത്തെ ആൾ സുഷമാ സിംഗുമാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ അംഗങ്ങൾ, ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ അംഗങ്ങൾ താഴെ തന്നിട്ടുള്ളതിൽ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാറിയണം. അപ്പോൾ ഇത്രയും പേരെ നമുക്കിപ്പോൾ അറിയാം. ആരൊക്കെ അറിയാം? വജാഹത്ത് ഹബീബുള്ള, A.N. തിവാരി, ദീപക് സന്ധു, സുഷമ സിംഗ്. ഈ 4 പേരുണ്ട്. ഇവരെ കൂടാതെ ഇനി ആരൊക്കെ ആയിട്ടുണ്ട്? സത്യാനന്ദ മിശ്ര ആയിട്ടുണ്ട്. അതേപോലെ തന്നെ രാജീവ് മാത്തൂർ, എന്തെങ്കിലും കോഡൊക്കെ ഇട്ടിട്ട് ഓർത്ത് വയ്ക്കുക. രാജീവ് മാത്തൂർ, വിജയ് ശർമ്മ ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് രാധാകൃഷ്ണ മാത്തൂർ ഉണ്ട്. അപ്പോൾ രാജീവ് മാത്തൂറുണ്ട്, രാധാകൃഷ്ണ മാത്തൂറുണ്ട്. പിന്നെ സുധീർ ഭാർഗവ, ബിമൽ ജുൽക്ക. പിന്നെ അതേപോലെ തന്നെ യശ്വർദ്ധൻ
യശ്വർദ്ധൻ കുമാർ സിൻഹ. പിന്നെ ഇപ്പോഴത്തെ ഹീരാലാൽ സമറിയ. 12ാമത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമറിയ എന്ന് പറയുന്നത്. 12ാമത്തെ വ്യക്തിയാണ്. പിന്നെ എക്സാമിന് മുന്നേ നിങ്ങൾ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ആരെങ്കിലും മാറിയിട്ടുണ്ടോന്ന്. ഇപ്പോൾ ഉള്ളത് ഹീരാലാൽ സമറിയയാണ്. അപ്പോൾ 12ാമത്തെ വ്യക്തിയാണ്. 4 പേരെ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ സത്യാനന്ദ മിശ്ര, രാജീവ് മാത്തൂർ, വിജയ് ശർമ്മ, രാധാകൃഷ്ണ മാത്തൂർ, സുധീർ ഭാർഗവ, ബിമൽ ജുൽക്ക, യശ്വർദ്ധൻ കുമാർ സിൻഹ, ഹീരാലാൽ സമറിയ. ഇവരൊക്കെ എന്തായിട്ടുണ്ട്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഒക്കെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? കേന്ദ്ര ഗവൺമെൻറ്റാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് ആരൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. 2.5 ലക്ഷമാണ്. മറ്റ് കമ്മീഷണർമാരുടെ ആണെങ്കിലും സംസ്ഥാനത്തെ കമ്മീഷണർമാരാണെങ്കിലും സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിലും ഒക്കെ അവിടെ 2.25 ലാക്കാണ്. 2.25 ലക്ഷമാണ്. കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാത്രം 2.5 ലക്ഷം. അപ്പോൾ കേന്ദ്രത്തിൽ ബാക്കി കമ്മീഷണർമാരുണ്ട്. അതേപോലെ സംസ്ഥാനത്തിലൊരു മുഖ്യ കമ്മീഷണറും സംസ്ഥാനത്തിലെ ബാക്കി കമ്മീഷണർമാരും ഉണ്ട്. അവരുടെ 3 പേരുടെയും 2.25 ലക്ഷമാണ്. അതും കൂടെ ഓർത്തു വയ്ക്കാം. ഓക്കെ. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 നിയമം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 15 പ്രകാരമാണ് സ്ഥാപിതമായത്. 15 പ്രകാരം അവിടെയും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്ര കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ നിയമിക്കുന്നതും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആർക്കൊക്കെ മുന്നിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആൻസർ എന്താ? ഗവർണറാണ്. അപ്പോൾ അവരെ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ഗവർണറാണ്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഗവർണറുടെ മുന്നിലാണ്. അപ്പോൾ ഇവർ പക്ഷേ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഇവരെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിലെ 3 അംഗങ്ങളാണുള്ളത്. ആരൊക്കെയായിരിക്കും? ഒന്ന് മുഖ്യമന്ത്രിയാണ് അവിടുത്തെ അധ്യക്ഷൻ. നേരത്തെ പ്രധാനമന്ത്രി ആയിരുന്നു, ഇവിടെ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. പിന്നെ ആരൊക്കെയാണ് ഉണ്ടാവുക? സംസ്ഥാനത്തെ അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. അതേപോലെ തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി അടങ്ങുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കാലാവധിയും കേന്ദ്ര ഗവൺമെൻറ് ആണ് നിശ്ചയിക്കുന്നത്. അതിപ്പോൾ എത്രയാണ്? 3 ഇയർ 65 വയസ്സാണ്. ഇവരും പുനർനിയമനത്തിന് അർഹരല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കമ്മീഷണർമാർക്ക് എന്താവാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 2005 ഡിസംബർ 19 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആണ്. ഫസ്റ്റ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. അത് കഴിഞ്ഞിട്ട് ആരായിട്ടുണ്ട്? പാലാട്ട് മോഹൻദാസ് കഴിഞ്ഞിട്ട് സിബി മാത്യൂസ്. പിന്നെ വന്നിട്ടുള്ളതാണ് വിൽസൺ എം പോൾ ആയിട്ടുണ്ട്. പിന്നെ വിശ്വാസ് മേത്ത. പിന്നെ ഇപ്പോഴത്തെ ആളാണ് ആരാ? വി ഹരി നായർ.
ഹീരാലാലായിരുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വി ഹരിനായരാണ് 5ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ ഫസ്റ്റ് പാലാട്ട് മോഹൻദാസ്, അത് കഴിഞ്ഞ് സിബി മാത്യൂസ്, പിന്നെ വിൽസൺ എം പോൾ, പിന്നെ വിശ്വാസ് മേത്ത, ഇപ്പോൾ വി ഹരിനായർ. ഇനി എക്സാം ടൈം ആകുമ്പോൾ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുക. ഇത് തന്നെയായിരിക്കും, വി ഹരിനായരാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്